ഗൈഡിയൻ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ഫിസിക്സിലെ 6ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് വർക്ക് ആൻഡ് എനർജി എന്നാണ്. എങ്കിലും നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് വർക്കും എനർജിയോടൊപ്പം തന്നെ എന്താണ് പവർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കൂടെ കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. അത് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്ക് എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് വർക്ക് എന്ന് പറഞ്ഞാൽ, അപ്പോൾ വർക്ക് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് W എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഫിസിക്സിലെ വർക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മൾ ഒരു ഒബ്ജക്റ്റിലോട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. എന്ത് അപ്ലൈ ചെയ്യുന്നു? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. നമ്മളീ കൊടുക്കുന്ന ഫോഴ്സ് കാരണം ഒബ്ജക്റ്റിന് എന്ത് സംഭവിക്കുകയാണ്? ഒരു സ്ഥാനചലനം അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുകയാണ്. നമ്മളതിനെ S എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളൊരു ഒബ്ജക്റ്റിലോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നു. ആ ഫോഴ്സിൻ്റെ ഫലമായിട്ട് ആ ഫോഴ്സ് കൊടുത്ത അതേ ഡയറക്ഷനിൽ നമ്മൾ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ വർക്ക് നടന്നു എന്ന് പറയാം. അതായത് ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിലോട്ട് ഫോഴ്സ് കൊടുത്തു, പക്ഷേ ഒബ്ജക്റ്റ് സ്ഥാനചലനം ഉണ്ടായില്ല, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായില്ലെങ്കിൽ അവിടെ എന്തില്ല? വർക്ക് ഇല്ല. അതായത് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന വർക്ക് എന്ന ഒരു അർത്ഥമല്ല വരുന്ന ഫിസിക്സിൽ. ആ ഫിസിക്സിലെ വർക്ക് എന്ന് പറയുമ്പോൾ അത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, വാട്ട് ഈസ് വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ ഇഫ് എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ എ ഒബ്ജക്റ്റ് ദാറ്റ് പ്രൊഡ്യൂസസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ W എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും പ്രോഡക്റ്റാണ്. അപ്പോൾ ഇവിടുന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നൊരു ഭാഗമാണ് ഇതുപോലത്തെ കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ട് ഇതിൽ എവിടെയൊക്കെയാണ് വർക്ക് നടന്നത് എന്ന് ചോദിക്കും. ഒന്നാമത്തെ കേസ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരാൾ ഒരു ചാക്കും കൊണ്ട് മുകളിലോട്ട് കയറുകയാണ് അല്ലേ. അപ്പോൾ അയാളും ഫോഴ്സ് കൊടുക്കുന്ന മുകളിലോട്ടാണ്, അതുപോലെ തന്നെ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് മുകളിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വർക്ക് നടന്നിട്ടുണ്ടോ? അപ്പോൾ ഫിസിക്സ് പറയുന്നതനുസരിച്ച് ഇവിടെ വർക്ക് നടന്നിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുട്ടി എന്ത് ചെയ്യുകയാണ്? ഒരു പാറയെ തള്ളുകയാണ് അല്ലേ. അപ്പം പാറ എത്ര ഫോഴ്സ് കൊടുത്ത് തള്ളിയാലും ഇവൻ്റെ ഒരു ആരോഗ്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പാറ അനങ്ങാൻ പോകുന്നില്ല. അതായത് ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും ആ ഫോഴ്സ് കാരണം ഇവിടെ എന്ത് നടക്കുന്നില്ല? ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും നടക്കുന്നില്ല. സോ ഇവിടെ എന്ത് നമുക്ക് പറയേണ്ടി വരും? നോ വർക്ക് ഈസ് ഡൺ. പയ്യൻ കഷ്ടപ്പെട്ട് തള്ളിയാലും ഇവിടെ എന്ത് നടക്കുന്നില്ല? വർക്ക് നടക്കുന്നില്ല. മൂന്നാമത് ഇവിടെ ഒരാൾ എന്ത് ചെയ്യാണ്? ഒരു ട്രോളി കാർട്ടിട്ട് പുഷ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അയാളുടെ ഒരു സൈസും ഈ പറയുന്ന സാധനത്തിൻ്റെ അളവും കണ്ടാൽ നമുക്കറിയാൻ പറ്റും. അയാൾ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെ ഒബ്ജക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടാകും? ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് നടന്നു? വർക്ക് നടന്നു. ഈ പറയുന്ന പിക്ചറിൽ കണ്ടീഷൻ പറഞ്ഞാലേ നമുക്ക് കാര്യം പറയാൻ പറ്റുള്ളൂ. ഇവിടെ പറയുന്ന കണ്ടീഷൻ താഴെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഒരു വെയിറ്റ് തലയെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അയാൾ വെയിറ്റ് തല വെച്ചിട്ട് എന്ത് ചെയ്യണം? അനങ്ങാതെ നിൽക്കുകയാണ്. അതായത് ഈ ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ തലയുടെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് നടക്കുന്നില്ല? ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും തന്നെ നടക്കുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ ആൾക്ക് മസിലിന് സ്ട്രെയിൻ ഉണ്ടാവും, തല കറങ്ങുന്നുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ ഇത് തറയിടുന്നുണ്ടാവും. പക്ഷേ ഫിസിക്സിലെ നമ്മുടെ ഈ പറയുന്ന മെക്കാനിക്കൽ വർക്കിൻ്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് നടക്കുന്നില്ല? വർക്ക് നടക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് പിക്ചർ ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പം നമുക്ക് വർക്ക് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് വർക്ക്? വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ ബൈ എ ഫോഴ്സ് ഇഫ് ദർ ഇസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ദ ഒബ്ജക്റ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ദിശയിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് നടന്നിട്ടുള്ളൂ? വർക്ക് നടന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കേണ്ട ഒന്നാമത്തെ പോയിൻ്റാണ് വാട്ട് ഈസ് വർക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് വർക്ക്? വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ ഇഫ് എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് ദാറ്റ് പ്രൊഡ്യൂസസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. നെക്സ്റ്റ് പഠിക്കാനുള്ളത് നമ്മൾ എങ്ങനെയാണ് വർക്കിനെ മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഘടകങ്ങളാണുള്ളത്. ഒന്ന് ഒബ്ജക്റ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും മറ്റൊന്ന് അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അളവും. സോ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണത്? അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എന്താണത്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? നമുക്കറിയാം യൂണിറ്റ് എഴുതുന്ന രീതി എങ്ങനെയാണ്? തന്നിട്ടുള്ള ടേംസിൻ്റെ എന്താണ് യൂണിറ്റുകൾ ആദ്യം എഴുതി നോക്കുക. അതായത് ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആണ്. എന്നാൽ വർക്കിൻ്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറയും? നമ്മൾ ജൂൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്ററും ശരി തന്നെയാണ്. അതിന് വിളിക്കുന്ന പേര് ജൂൾ എന്നാണ്. J എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ. നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് ചോദിച്ചാൽ ഏത് പറയണം? ജൂൾ എന്ന് പറയണം. ഓക്കെ, സയൻറ്റിസ്റ്റായ ജൂളിൻ്റെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു പേര് കൊടുത്തേക്കുകയാണ്. അപ്പോൾ SI യൂണിറ്റ് ഓഫ് വർക്ക് ജൂള് അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ. എങ്ങനെ വർക്കിനെ അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയെന്ന് പറയും? 2 ഫാക്ടേഴ്സാണ്. ഒന്ന് ഫോഴ്സ്, ഒന്ന് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ ആണോ? അപ്പോൾ ഹൗ ടു മെഷർ വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ കിടക്കുന്നു. എന്താണ്? ദ വർക്ക്
വർക്ക് ഡൺ ഈസ് മെഷേർഡ് as the product of force applied and the displacement of the object in the direction of the applied force. That is, work done is equal to force into displacement, or W is equal to F into S. യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂളാണ്. എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂളാണ്. ഈ കാണുന്ന ജെയിംസ് പ്രെസ്കോട്ട് ജൂളിൻ്റെ ഓർമ്മയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് ജൂൾ എന്ന പേര് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു ചോദ്യം വരും, വാട്ട് ഈസ് 1 ജൂൾ? ഇവിടെ നിന്നൊരു ചോദ്യം വരും, എന്താണ് ഒരു ജൂൾ വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുന്നത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ട് അതിൻ്റെ ഒന്ന് എന്തെന്ന് ചോദിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഫോർമുല എഴുതുക എന്നുള്ളതാണ്. 1 ജൂൾ എന്ന് വെച്ചാൽ ജൂൾ ഇസ് ദ യൂണിറ്റ് ഓഫ് വർക്ക്. സോ വർക്കിൻ്റെ ഫോർമുല എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതിനകത്തുള്ള എല്ലാ ടേമിൻ്റെ വാല്യൂവും 1 ആണെന്ന് എഴുതുക. എത്രയാണെന്ന് എഴുതുക? 1 ആണെന്ന് എഴുതുക. അതായത് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് 1 ന്യൂട്ടനാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണെങ്കിൽ 1 ഇൻറ്റു 1 ഇവിടെ കിട്ടിയ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 1 ജൂളാണ്. അപ്പോൾ അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇഫ് 1 ന്യൂട്ടൺ ഓഫ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് ദാറ്റ് പ്രൊഡ്യൂസസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് 1 മീറ്റർ. അതായത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു. ഞാൻ എന്ത് കൊടുക്കുന്നു? 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു. ആ ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒബ്ജക്റ്റ് 1 മീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഞാൻ ഇവിടെ ചെയ്ത വർക്കിൻ്റെ അളവെന്ന് പറയുന്നത് 1 ജൂൾ ആയിരിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇഫ് എ ഫോഴ്സ് ഓഫ് 1 Newton is applied on an object and the object is displaced by 1 meter in the direction of the force, then the work done by the object is 1 joule. ഓക്കെ അല്ലേ? ഇനി ഇതേ വർക്ക് നമുക്ക് വേറൊരു രീതിയിൽ കൂടി പഠിക്കണം. അതായത് വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ ഇങ്ങനെ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്ന കേസുകളാണ്. ഇപ്പോൾ ഇങ്ങനെ വെർട്ടിക്കലി നമ്മൾ മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം, ഭൂമിയിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന എല്ലാ ഒബ്ജക്റ്റുകളെയും ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? താഴോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റി ചെയ്ത വർക്ക് എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റിക്കെതിരെ ചെയ്ത വർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഫോർമുലയൊന്നും ഒരു മാറ്റവും ഇല്ല. വർക്ക് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗ്രാവിറ്റിക്കെതിരെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ മാസ് എം ആണ്. അത് ഞാൻ എന്ത് ചെയ്തു? ഒരു എച്ച് എന്ന് പറയുന്ന ഉയരത്തിലോട്ടാണ് ഉയർത്തിയത്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് താഴോട്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ താഴോട്ട് ഉണ്ടല്ലോ. അപ്പോൾ അതിനെതിരെയാണല്ലോ ഞാൻ ഫോഴ്സ് കൊടുക്കുന്നത്. നോക്ക്, ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ഗ്രാവിറ്റി എത്രത്തോളം ഫോഴ്സ് കൊടുക്കുന്നു എന്നുള്ളതിനല്ലേ അതിൻ്റെ വെയിറ്റ് എന്ന് വിളിക്കുന്നത്. ആ വെയിറ്റിൻ്റെ ഫോർമുല എന്ന് വെച്ചാൽ mg അല്ലേ? വെയിറ്റിൻ്റെ ഫോർമുല നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചില്ലേ? അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് mgയേക്കാളും കൂടുതലായതുകൊണ്ടല്ലേ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഉയർത്താൻ പറ്റിയത്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് മിനിമം എത്രയായിരിക്കണം? mg ആയിരിക്കണം. സോ നമുക്ക് എഴുതി കൂടെ W is equal to ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേസിൽ mg ആണ്. ഞാൻ ഉയർത്തിയ ഉയരം ആണ് h, അത് തന്നെയല്ലേ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? എസിന് വരെ h എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റിയുടെ ഫോർമുല എന്താണ്? mgh ആണ്. എന്താണ്? mgh ആണ് വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റിയുടെ ഫോഴ്സ്. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം, വർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ഗ്രാവിറ്റിക്കെതിരെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഗ്രാവിറ്റിക്കെതിരെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഒബ്ജക്റ്റിനെ ഉയർത്തുകയാണല്ലോ ചെയ്യുന്നത്. ഉയർത്തിയപ്പോൾ നമ്മളൊരു ഫോഴ്സ് കൊടുത്തല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിന് തുല്യമായൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അല്ലേ അതിനെ നമുക്ക് മുകളിലോട്ട് ഉയർത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 50 കിലോ ഉള്ളൊരു സാധനം തറയിൽ കിടക്കുകയാണ്, നിങ്ങളെ കൊണ്ട് ഉയർത്താൻ പറ്റുമോ? ഇല്ല, കാരണം നിങ്ങളെ കൊണ്ട് 50 കിലോ വെയിറ്റ് ഉള്ള ഒബ്ജക്റ്റിൻ്റെ അത്രയും ഫോഴ്സ് മുകളിലോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഒരു 5 കിലോയുള്ള സാധനമാണ് നിങ്ങൾക്ക് പൊക്കാൻ പറ്റൂലേ. അപ്പോൾ നിങ്ങൾ കൊടുത്ത ഫോഴ്സ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും? അതിൻ്റെ വെയിറ്റ് 5 × 9.8 ഈക്വൽ ആയിരിക്കും. അത്രേ പറഞ്ഞുള്ളൂ. വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റിയിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിന് തുല്യമായിരിക്കും. സോ ഫോഴ്സിന് വരെ നമ്മൾ mg എന്ന് എടുത്തു. നമ്മളതിനെ ഉയർത്തുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഉയരത്തിന് നമ്മൾ ഹൈറ്റ് കൊണ്ടാണല്ലോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിന് വരെ എന്തെന്ന് പറഞ്ഞു? ഹൈറ്റ് എന്ന് പറഞ്ഞു. സോ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റിയുടെ ഫോർമുലയാണ് എന്ത്? mgh എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുണ്ട്, കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് റിക്വയർഡ് ടു ലിഫ്റ്റ് എൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 100 gram ടു എ ഹൈറ്റ് ഓഫ് 1 meter ഇഫ് g is equal to 10 meter/second². എന്ന് വെച്ചാൽ 100 gram മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റിന് എനിക്ക് എന്ത് ചെയ്യണം? 1 മീറ്റർ ഉയരത്തിലേക്ക് ഉയർത്തണം. ഇവിടെ കൊടുക്കുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? 10 meter/second² ആണെങ്കിൽ അവിടുത്തെ വർക്ക് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം, ഉയർത്തുക എന്ന് കണ്ടാൽ എന്താണ്? ഉയർത്തുക എന്ന് കണ്ടാൽ അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് കണ്ടാൽ മനസ്സിലായിക്കോളണം അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റിയാണ്. സോ ഫോർമുല എന്താണ്? mgh ആണ്.
അപ്പോൾ MGH വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഗ്രാമിലാണ് കിടക്കുന്നത്. നമ്മൾ ഗ്രാമിട്ട് ചെയ്യുമോ? ഇല്ല, നമ്മൾ അതിനെ എന്തിലോട്ട് മാറ്റണം? കിലോഗ്രാമിലോട്ട് മാറ്റണം. ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റാൻ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? നമ്മളവിടെ എന്ത് ചെയ്യാൻ പോവുകയാണ്? അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താണ്? 100/1000 ഇൻറ്റു G എത്ര? 10 ഇൻറ്റു H എത്ര? 1. സോ 0 തമ്മിൽ വെട്ടിപ്പോയാൽ പിന്നെ 1 × 1 × 1. അപ്പോൾ എത്രയാണ്? 1 ജൂളാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? വർക്ക് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. എ ബാരൽ ഓഫ് മാസ് 50 കിലോഗ്രാം. അപ്പോൾ ഒരു ബാരലുണ്ട്. ബാരലിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 50 കിലോഗ്രാം ആണ്. ഈസ് ലോഡഡ് ഓൺ ടു എ ലോറി. അത് ലോറിലോട്ട് ലോഡ് ചെയ്യുകയാണ്. പ്ലാറ്റ്ഫോം ഓഫ് ദ ലോറി ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 2 മീറ്റർ. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2 മീറ്റർ ഉയരത്തിലാണ് ലോറിയുടെ പ്ലാറ്റ്ഫോം ഇരിക്കുന്നത് ഗ്രൗണ്ടിൽ നിന്നും. ഇവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? 10 m/s² എടുക്കാൻ ചോദ്യത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? നമുക്കറിയാം വർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? അത് mgh ആണ്. ഇവിടെ m എന്ന് പറയുന്നത് 50 ആണ്, g എന്ന് പറയുന്നത് 10 ആണ്, h എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്കറിയാം 50 × 10 500. 500 × 2 എത്രയാണ്? 1000 ജൂളാണ് എന്ത്? നമ്മളിവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ നമ്മളിവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എത്രയാണ്? 1000 ജൂളാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം നോക്കി. വാട്ട് ഈസ് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഇഫ് ഇറ്റ് ഈസ് റോൾഡ് ടു എ ഹൈറ്റ് ഓഫ് 2 മീറ്റർ യൂസിങ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് ലെങ്ത് 5 മീറ്റർ. അതായത് ഇവിടെ ലോറി നിൽക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലോറി. ലോറിക്ക് ടയറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ബാരലിനെ എന്ത് ചെയ്തു? പൊക്കിയെടുത്ത് മുകളിലോട്ട് വെച്ചു. അതാണ് ഫസ്റ്റ് കേസ്. അപ്പം നമ്മൾ അതിന് ഉയർത്തിയ ഹൈറ്റ് എന്ന് പറയുന്നതാണ് എത്ര മീറ്റർ? 2 മീറ്റർ. അപ്പം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ പൊക്കി ഉയർത്തുക അല്ല ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ആ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ദൂരം എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഈ പറയുന്ന ബാരലിനെ ഇവിടുന്ന് ഉരുട്ടി എന്ത് ചെയ്തു? ഇതാ ഇവിടെ കൊണ്ട് കയറ്റി എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ബി പാർട്ടിൽ നമുക്ക് വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റിക്ക് ഒരൊറ്റ ഫോർമുലയേ ഉള്ളൂ. W = എന്താണ്? mgh ആണ്. ഇവിടെ h എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റാണ്, അല്ലാതെ എത്ര ദൂരം ഉരുട്ടിക്കൊണ്ട് വന്നു എന്നുള്ളതല്ല. സോ ഇവിടെയും നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? 1000 ജൂൾ തന്നെ ആയിരിക്കും. അതാണ് ഇവിടെ സി പാർട്ടി ചോദിച്ചേക്കുന്നത്. ഡസ് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് പാത്ത് ഓഫ് മോഷൻ? നോ. കാരണം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. പണ്ട് നമ്മൾ ആദ്യം പഠിപ്പിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണമെന്ന്. കാരണം എന്താണ്? നോ, പാത്തിന് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. പൊസിഷൻ ഉണ്ടായ മാറ്റമാണ്. ഇപ്പോൾ നമ്മൾ താഴെ ഇരുന്നു, ഇപ്പോൾ ഇവിടെ ഇരുന്നു. അപ്പോൾ ഈ 2 പൊസിഷൻ തമ്മിലുള്ള ഹൈറ്റ് വ്യത്യാസം 2 മീറ്റർ ആണെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ എന്താണ്? mgh തന്നെയാണ്. അതിന് പാത്ത് ഏതെന്നുള്ള വിഷയമല്ല. നല്ലൊരു ചോദ്യമാണ്, കോൺസെപ്റ്റ് ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയും വളരെയധികം കൂടുതലാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് വർക്കിൻ്റെ അടുത്ത ഭാഗമാണ് നെഗറ്റീവ് വർക്ക്. സോ നമുക്കിവിടെ പറയാം, നമുക്ക് വർക്കിനെ 2ആയിട്ട് തിരിക്കാം. എത്രയായിട്ട് തിരിക്കാം? 2ആയിട്ട് തിരിക്കാം. ഒന്ന് പോസിറ്റീവ് വർക്ക്. ഓക്കെ, എന്താണ്? പോസിറ്റീവ് വർക്ക്. രണ്ടാമത്തേതാണ് എന്താ? നെഗറ്റീവ് വർക്ക്. ഓക്കെ, അതൊക്കെയാണ് പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കും. നമ്മളൊരു ഒബ്ജക്റ്റിലോട്ട് എന്ത് കൊടുത്തു? ഒരു ഫോഴ്സ് കൊടുത്തു. ആ കൊടുത്ത ഫോഴ്സ് കാരണം ഒബ്ജക്റ്റിന് എന്ത് സംഭവിച്ചു? ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു. നമ്മൾ കൊടുത്ത ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചതെങ്കിൽ അതാണ് എന്ത്? പോസിറ്റീവ് വർക്ക്. നേരെ മറിച്ച് നമ്മുടെ ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ചേക്കുകയാണ്. ആ ഒബ്ജക്റ്റിനൊക്കെ നമുക്ക് അറിയാം, നമ്മൾ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്തേക്കുകയാണ്. ഈ ഒബ്ജക്റ്റും തറയ്ക്കും ഇടയിലായിട്ട് എന്തുണ്ടാവും? ഒരു ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും അല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ്. നമുക്കറിയാം നമ്മളൊരു ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് ചലിപ്പിക്കുക, അതിന് എതിര് ദിശയിലായിരിക്കും ആര് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ഘർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഇതിനേക്കാളും കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് സുഖമായിട്ട് മൂവ് ചെയ്യും. ഫ്രിക്ഷൻ അത്ര വലിയ പവർ ഫോഴ്സ് അല്ല ഇവിടുത്തെ കേസിൽ. സോ എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. പക്ഷേ ഫ്രിക്ഷൻ കൊടുത്തത് ഇങ്ങോട്ട്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ ചെയ്ത വർക്ക് എത്രയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എന്താണ്? നെഗറ്റീവ് വർക്കാന്ന് പറയും. അല്ലെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒബ്ജക്റ്റ് താഴെ ഇരിക്കുകയാണ്. ഞാൻ അതിനെ പൊക്കിയെടുത്ത് മുകളിലോട്ട് വെച്ചു. പൊക്കിയെടുത്ത് എങ്ങോട്ട് വെച്ചു? മുകളിലോട്ട് വെച്ചു. നോക്കി, ഗ്രാവിറ്റി ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? താഴോട്ടാണ്. പക്ഷേ ഇവിടെ ഒബ്ജക്റ്റിന് മൂവ് ചെയ്ത് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗ്രാവിറ്റി ചെയ്ത വർക്ക് എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? നെഗറ്റീവ് എന്ന് പറയും. അപ്പോൾ എന്താ നെഗറ്റീവ് വർക്ക്?
നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ എതിർ ദിശയിലാണ് വർക്ക് നടന്നതെങ്കിൽ അത് നെഗറ്റീവ് വർക്ക്, അതേ ദിശയിലാണെങ്കിൽ അത് പോസിറ്റീവ് വർക്ക്. സോ വാട്ട് ഈസ് വർക്ക് പോസിറ്റീവ് എന്ന് ചോദിച്ചാൽ ഇഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ദെൻ ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഈസ് പോസിറ്റീവ്. നേരെ മറിച്ച് ഇഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ദെൻ ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഈസ് നെഗറ്റീവ്. ഇത്രയേ ഉള്ളൂ പോസിറ്റീവും നെഗറ്റീവ് വർക്കും എന്ന് പറയുന്നു. എക്സാമ്പിൾ നോക്കാം. റൈറ്റ് ഡൗൺ വെദർ ദ വർക്ക് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ ഈച്ച് ഓഫ് ദ സിറ്റുവേഷൻ. ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓൺ എ സ്റ്റോൺ വെൻ ഇറ്റ് ഈസ് ത്രോൺ അപ്പ്. മുകളിലോട്ട് എറിഞ്ഞപ്പോൾ കല്ലിനെതിരെ ഗ്രാവിറ്റി ചെയ്തത് എന്ത് വർക്കാണ്? അപ്പോൾ നെഗറ്റീവാണ് അല്ലേ, കാരണം കല്ല് പോയത് മുകളിലോട്ടാണ്, പക്ഷേ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത് താഴോട്ടാണ്. 2. ദ വർക്ക് ഡൺ ഓൺ ദ സ്റ്റോൺ ബൈ ദ ഫോഴ്സ് വെൻ വി ത്രോ എ സ്റ്റോൺ അപ്വേർഡ്. വർക്ക് ഡൺ ഓൺ ദ സ്റ്റോൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ്, അതായത് നമ്മൾ കൊടുത്ത ഫോഴ്സാണ്. ഒരു കല്ലിന് നമ്മൾ മുകളിലോട്ട് എറിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കൊടുത്ത ഫോഴ്സ് അവിടെ ചോദിക്കുന്നത്. വർക്ക് ഡൺ ഓൺ ദ സ്റ്റോൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ്, നമ്മൾ കൊടുത്ത ഫോഴ്സ്. കല്ല് എങ്ങോട്ട് മൂവ് ചെയ്യാണ്? മുകളിലോട്ട് മൂവ് ചെയ്യാണ്, പോസിറ്റീവ്. കല്ല് മുകളിലോട്ട് പോകുന്നു, നമ്മൾ കൊടുത്ത ഫോഴ്സ് മുകളിലോട്ട്. ആദ്യത്തെ കേസിൽ കല്ല് മുകളിലോട്ട് പോകുന്നു, പക്ഷേ ഗ്രാവിറ്റി എങ്ങോട്ടാണ് എപ്പോഴും വലിക്കുന്നത്? താഴോട്ട്, അപ്പോൾ ഓപ്പോസിറ്റ്. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ എ ക്രെയിൻ ഓൺ ദ ഒബ്ജക്റ്റ് ബൈ ലിഫ്റ്റിംഗ് ഇറ്റ്. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ക്രെയിൻ, ഒരു ക്രെയിന് ഒരു ഒബ്ജക്റ്റിനെ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്, കാരണം ഒബ്ജക്റ്റ് മുകളിലോട്ടല്ലേ മൂവ് ചെയ്യുന്നത്, ക്രെയിന് മുകളിലോട്ടല്ലേ ഫോഴ്സ് കൊടുക്കുന്നത്. വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റ് ബൈ എ ക്രെയിൻ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് ലിഫ്റ്റഡ് അപ്പ്. ഓക്കെ, വർക്ക് ഡൺ ബൈ ദ ഒബ്ജക്റ്റ്, വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റ് ബൈ എ ക്രെയിൻ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് ലിഫ്റ്റഡ് അപ്പ്. ഇതിനല്ലേ തൊട്ട് മുമ്പോൾ ചോദിച്ചത്. ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ എ ക്രെയിൻ, വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ എ ക്രെയിൻ ഓൺ ദ ഒബ്ജക്റ്റ് by lifting it, positive. The work done on an object by a crane when the object is lifted up, positive. Work done by the force of gravity when a coconut falls down. തേങ്ങ താഴോട്ട് വീഴുമ്പോൾ ഗ്രാവിറ്റിയും താഴോട്ട് തന്നെ വലിക്കുന്നു, അപ്പോൾ അവിടെ എന്താണ്? പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താ നമ്മുടെ ചോദ്യങ്ങളെന്ന് പറയുന്നത്. എനിക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ അർത്ഥം പിടികിട്ടിയില്ല കേട്ടോ. ഞാനിനി വായിച്ചിട്ടുള്ള തെറ്റുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറ. അടുത്ത്, in a supermarket, a shopper pushes a trolley to a distance of 16 meters by applying a force of 95 Newton continuously. Calculate the work done. അപ്പോൾ ഇവിടെ ഒരാൾ ഒരു ട്രോളി എന്ത് ചെയ്യാണ്? പുഷ് ചെയ്യുകയാണ്. ഒരാൾ എന്ത് ചെയ്യാണ്? ഒരു ട്രോളിയെ പുഷ് ചെയ്യുകയാണ്. എത്ര ഫോഴ്സ് കൊടുത്തിട്ടാണ്? 95 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ടാണ് പുഷ് ചെയ്യുന്നത്. എത്ര ദൂരത്തോട്ടാണ് പുഷ് ചെയ്തത്? 16 മീറ്ററിലോട്ടാണ് പുഷ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വർക്ക് ഡൺ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടുത്തെ എന്താ ചോദിച്ചിട്ടുള്ളത്? വർക്ക് ഡൺ. ഇവിടെ mg വെച്ച് കൊടുക്കുമോ നമ്മൾ ഫോഴ്സ് ഫോർമുലയായിട്ട്? കൊടുക്കത്തില്ല, കാരണം ഇവിടെ എന്താണ്? ഗ്രാവിറ്റിയുടെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ എന്താണ് ഫോഴ്സ്? അല്ല, വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എത്ര? 95. ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? 16. നിങ്ങൾ പറഞ്ഞ് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര ജൂളൊന്ന് ഉത്തരം കിട്ടുമെന്ന് ഒന്ന് ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്തേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇനി വരുന്നത് എനർജിയാണ്, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു PDF നോട്ട് ഞാൻ തയ്യാറാക്കിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.